അസ്സലാമലൈക്കും. ഇന്നൊരു പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് മൈദപ്പൊടിയൊക്കെ ചക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം മൈദപ്പൊടി ഉണ്ടാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര മധുരം കൂട്ടും കുറക്കും ചെയ്യട്ടോ. അതിൽ ചക്ക നല്ല മധുരം ഉള്ളതാണെങ്കിൽ മധുരം കുറച്ചിട്ടാൽ മതി മൈദപ്പൊടിക്ക്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊരു കളറിനും വേണ്ടിയിട്ടാണ് ഇട്ടെടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും. ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കട്ടോ. ഇതിലേക്ക് വെള്ളം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പാകത്തിന് ആക്കിയെടുക്കുക. നല്ല ലൂസാവണ്ട, എന്നാൽ നല്ല ടൈറ്റും വേണ്ട കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞ് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നിച്ചെടുത്തിക്കണ്. ഇതിപ്പോൾ ഈ ലൂസ് മതി കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ചക്കച്ചുള എടുത്തിക്കണേ. ഇനി ഇത് കുരു കളഞ്ഞെടുക്കണം. ഒരു ചക്കച്ചുള 2 പീസാക്കുക കേട്ടോ. ഇതുപോലെ കുരു കളയുക. എന്നിട്ട് 2 പീസാക്കിയാണ്ട് എടുക്കുക. ചക്കച്ചുള എല്ലാം കുരു കളഞ്ഞെടുത്തിക്കണം കേട്ടോ. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മാവുക്ക് ഓരോ ചക്കച്ചുളകൾ ഇട്ട് കൊടുക്കുക. ചക്കച്ചുളൻ്റെ ഓരോ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണ നല്ല ചൂടായിക്കണ്. ഇനി ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡായാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറം തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക ഓൾറെഡി നമ്മളങ്ങനെ കഴിക്കുന്നതാണ്. ഈ മൈദമാവ് ഒന്ന് വെന്തിരിക്കാൻ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്തിട്ട് ഇതിന് വാങ്ങാം കേട്ടോ. അപ്പം ചക്ക വെച്ചത് ഇവിടെ റെഡി ആയിക്കണ്. പഴുത്ത ചക്ക വെച്ചത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്ക് എന്നൊക്കെ അതിലോളൊന്ന് പ്രസ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ചെറിയൊരു ഫാമിലിയിൽ വലിയൊരു ചക്ക 1-2 ദിവസം കൊണ്ടൊന്നും കഴിച്ച് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ.